ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട് സ്വാഗതം കേട്ടോ. ഇന്ന് ഏറ്റവും സ്പെഷ്യലും വെറൈറ്റിയും ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറൈറ്റി എന്ന് പറയാൻ കാരണം നമ്മളുടെ കോവിലിൽ നിന്ന് പന്തക്കാല് നിർത്തുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ കൂട്ടിനായി നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിഞ്ഞാലോ. അങ്ങനെ ഞാൻ റെഡിയായി ഒരു ബാഗൊക്കെ തൂക്കി വെളിയിൽ ഇറങ്ങുന്നുണ്ടേ. ഞാനും അമ്മാമ്മയും കൂടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. കണ്ടില്ലേ, അങ്ങനെ റോട്ടിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മൾ കോവിലെത്തി. ശ്രീ ചന്ദനമാരി അമ്മൻ കോവിലിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഒരു പ്ലാവ് മരത്തിൻ്റെ തടി നോക്കി സെലക്ട് ചെയ്ത് അതെടുത്ത് നല്ലതുപോലെ അതിൻ്റെ തോലൊക്കെ ചെത്തി അതിനെ നല്ല ഫ്രഷാക്കി വെള്ളം വെച്ച് ആദ്യം കഴുകും. പിന്നെ അടുത്താണ് ഇതുപോലെ പനിനീര് തളിക്കുക. അപ്പോൾ ഈ ഒരു പന്തക്കാലിന് ചുറ്റും നിൽക്കുന്നവർ വ്രതം പിടിച്ച് നല്ലതുപോലെ ഇതുപോലെ അനുഗ്രഹമൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ചാട്ടാടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കോവിലിൻ്റെ ഏറ്റവും വിശിഷ്ടമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഉത്സവങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ഉത്സവത്തിന് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. നല്ലതുപോലെ വ്രതം പിടിച്ച് എൻ്റെ മാമന് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ പന്തക്കാലിൽ ഫുള്ളും തേക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പന്തക്കാല് വച്ചതിന് ശേഷം ബാക്കിയുള്ള പന്തലൊക്കെ കെട്ടാനായിട്ട് ആരംഭിക്കും കേട്ടോ. അടുത്തതായിട്ട് കുങ്കുമമാണ് കേട്ടോ തേക്കാനായിട്ട് പോകുന്നത്. ആദ്യം മഞ്ഞപ്പൊടി പൂശി എല്ലാം ഫിനിഷ് ആക്കിയിട്ട് അടുത്ത് കുങ്കുമമാണ്. നമ്മൾ കോവിലിൽ തന്നെ 10 പേരുണ്ട് കേട്ടോ ഇതുപോലെ. അങ്ങനെ അവർ അത്രയും കൂടെ ചേർന്നതാ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ കുറേ വെറ്റിലേക്ക് എടുത്തിട്ട് അതെല്ലാം ഇതുപോലെ തന്നെ നിരത്തി വെച്ച് ഇറുക്കി കെട്ടുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു വിശേഷ ദിവസത്തിൽ ഒരുപാട് ആൾക്കാർ കോവിലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നൂലുപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെറ്റിലേക്ക് നല്ലതുപോലെ മുറുക്കി കെട്ടുന്നത്. രാവിലെയും മാവിലെയും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ കെട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കൊഴുന്ത് ആണെങ്കിൽ ചുറ്റും ഇതുപോലെ തന്നെ വയ്ക്കുന്നുണ്ടേ. അതിന് ശേഷം കുറച്ച് പൂക്കൾ ഇതുപോലെ ചുറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു കോവിലിൽ അയ്യപ്പന്മാരൊക്കെ വന്നിട്ട് മാലയൊക്കെ ഈ ഒരു മരത്തിൽ അങ്ങ് ഇട്ടും കേട്ടോ. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോഴാണ് നല്ല ഭംഗി. പിന്നെ കുറച്ച് വീഡിയോസും എടുത്തു. ഇപ്പോൾ അവർ പന്തക്കാലം ഉയർത്തി കോവിലിന് ചുറ്റും വളയം വയ്ക്കാൻ പോവുകയാണ്. വളയം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ഒരുക്കിയ പന്തക്കാലാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നോക്കിയപ്പോൾ എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടത് കേട്ടോ. ഭയങ്കര ജനങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് പന്തക്കാലൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി നിന്ന് വീഡിയോ പിടിച്ചു കേട്ടോ. എൻ്റെ മാമനും പിന്നെ ബാക്കിയുള്ളവർക്കും ഒക്കെ ഇന്ന് അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അമ്മയുടെ മുമ്പിൽ തൊഴുത് നിൽക്കുന്നുണ്ട്. ഇനി അടുത്താണ് അനുഗ്രഹം വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോറ്റി വന്ന ആ ഒരു പന്തക്കാലിനെ പൂജിക്കുന്നുണ്ട്. അങ്ങനെ പൂജിച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ തൊഴാനായിട്ട് കൊണ്ടുവരുന്നു കേട്ടോ. അതിനുശേഷമാണ് എല്ലാവരും ഇതുപോലെ പന്തക്കാല് പിടിച്ച് കോവിലിന് ചുറ്റും 3 വളയം വയ്ക്കുന്നത്.
അപ്പോൾ ഈ ഒരു പന്തക്കാലിൽ നിർത്താനുള്ള കുഴിയൊക്കെ അവർ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പന്തക്കാൽ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പന്തക്കാൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിളക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ബാക്കി അവിടെ ആൾക്കാരായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ പന്തക്കാൽ നിർത്തൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ വന്നപ്പോഴത്തേക്കും പന്തക്കാലിനോട് ചേർന്നൊരു കമ്പ് വെച്ച് പന്തലൊക്കെ നല്ലതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കല്ലേ.